വെൽക്കം ടു ഇമ്പോൾസ്. നമ്മൾ നോക്കാൻ പോകുന്ന ഡ്രഗ് ആൻഡ് കോസ്മെറ്റിക് ആക്ട് 1914 ആൻഡ് റൂൾ 1945 ആണ് കേട്ടോ. ആക്ട് വന്ന് 1940-ലും റൂൾ വന്ന് 1945-ലും ആണ്. സോ ബേസിക്കലി നമുക്ക് എല്ലാ ഡ്രഗുകളും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരുപോലെ നമുക്ക് മാനുഫാക്ചർ ചെയ്യാനും അല്ലെങ്കിൽ എല്ലാ ഡ്രഗും ഒരേപോലെ നമുക്ക് സെയിൽ ചെയ്യാനും എല്ലാം ഇമ്പോർട്ട് ചെയ്യാനും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനും ഒക്കെ നമുക്ക് ഒരുപാട് ഇന്ത്യൻ റൂള് നമ്മുടെ അടുത്ത് അനുശാസിക്കുന്നുണ്ട്. നിങ്ങൾ ഇങ്ങനെ ചെയ്യാൻ പാടുള്ളൂ, ഇങ്ങനെ മാത്രമേ പാടുള്ളൂ എന്ന് ഒരുപാട് പറയുന്നുണ്ട് കേട്ടോ. അതുമായി ബന്ധപ്പെട്ടതാണ് അലോപ്പതി, ആയുർവേദ, ഹോമിയോപ്പതി, യുനാനി ഒക്കെ അങ്ങനെയൊക്കെ പറയുന്നുണ്ട് കേട്ടോ. സോ ഒബ്ജക്റ്റീവ് എന്താ വെച്ചാൽ ഫസ്റ്റ് വൺ ഈസ് റെഗുലേഷൻ, ഇമ്പോർട്ടിംഗ്, മാനുഫാക്ചറിങ്, ഡിസ്ട്രിബ്യൂഷൻ, സെയിൽ, ഇത്രയും കാര്യങ്ങൾക്ക് റെഗുലേഷൻ കൊടുക്കുക അല്ലെങ്കിൽ റെഗുലേറ്റ് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ് എന്നുള്ളത് ഇന്ത്യൻ ഗവൺമെൻറ് പറഞ്ഞിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങളാണ് ഈ ഒരു റൂളിനകത്ത് പറയുന്നത്. ആൻഡ് ക്വാളിറ്റി അഷുറൻസ്, നിർബന്ധമായി നമുക്ക് എന്ത് വേണം, ക്വാളിറ്റി അഷുറൻസ് വളരെ അത്യാവശ്യമാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും, നമുക്കൊരു പ്രോപ്പർ ക്വാളിറ്റി അഷ്യൂർ ചെയ്യാനായിട്ട് പറ്റില്ല എന്നുള്ളതാണ്. ആൻഡ് രണ്ടാമത് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആണ്. കഴിക്കുന്ന ആരായിക്കോട്ടെ അല്ലെങ്കിൽ ഉപയോഗിക്കുന്ന ആൾക്കാർക്കായിക്കോട്ടെ അവർക്ക് സേഫ്റ്റി എന്ന് പറയുന്നത് വളരെ അത്യാവശ്യമാണ്. ആൻഡ് ഇൻഡസ്ട്രിയൽ സ്റ്റാൻഡേർഡ്സ്, എല്ലാ സാധനങ്ങൾ ഉണ്ടാക്കുമ്പോഴും അല്ലെങ്കിൽ ഏത് മാനുഫാക്ചർ ചെയ്താലും അതിനൊരു മിനിമം സ്റ്റാൻഡേർഡ്സ് കീപ്പ് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഇനി കീ ഡെഫിനേഷനാണ് ഡ്രഗ് കോസ്മെറ്റിക് മാനുഫാക്ചറിങ്. എന്താന്നുള്ള ഡെഫിനേഷനാണ് നിങ്ങൾ വായിക്കുക. ഈ ഡെഫിനേഷൻ നമ്മൾ പലയിടത്തും വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയുന്നുണ്ട്, വായിച്ച് പഠിക്കുക. ഇനി ഇമ്പോർട്ട് ഓഫ് ഡ്രഗ്, നമുക്കൊരു ഡ്രഗ് വെറുതെ കയറി ഇമ്പോർട്ട് ചെയ്യാൻ പറ്റുമോ, ഇറക്കുമതി ചെയ്യാൻ പറ്റുമോ? ഇല്ല അല്ലേ. ലൈസൻസിങ് റിക്വയർമെൻറ്റ് ആവശ്യമാണ്. മോസ്റ്റ് ഓഫ് ദ ഡ്രഗ് റിക്വയർ ആൻ ഇമ്പോർട്ട് ലൈസൻസ്. എല്ലാ ഡ്രഗിനും ഇമ്പോർട്ട് ചെയ്യാൻ ലൈസൻസ് വളരെ അത്യാവശ്യമാണ്. എക്സെപ്റ്റ് ഫോർ സർട്ടൈൻ സബ്സ്റ്റൻസ് നോട്ട് യൂസ് ഫോർ മെഡിസിനൽ പർപ്പസ്. മെഡിസിനൽ പർപ്പസിന് ഒഴികെ ഉള്ളത് ഏതിനായാലും ഇമ്പോർട്ടിംഗ് ലൈസൻസ് അത്യാവശ്യമാണ്. ദോസ് ഇൻ ഷെഡ്യൂൾ C1 ഫോർ മാനുഫാക്ചറിങ്. സോ ഷെഡ്യൂൾ C1-ലുള്ളതോ അല്ലെങ്കിൽ മെഡിസിനൽ പർപ്പസിന് ഉപയോഗിക്കാത്തോ ആണ് എന്നുണ്ടെങ്കിൽ അത് എക്സെപ്റ്റ് ആണ്. ബാക്കിയുള്ളതിനെല്ലാം ഇമ്പോർട്ട് ലൈസൻസ് അത്യാവശ്യമാണ്. ഇനി പ്രൊഹിബിറ്റ് ക്ലാസ് ഉണ്ട്. കുറച്ച് സാധനങ്ങൾ നമുക്ക് ഇമ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. മിസ് ബ്രാൻഡഡ്, സ്പ്യൂരിയസ്, അഡൾട്രേറ്റ്. അതായത് നമ്മൾ അഡൾട്രേറ്റ് ഇല്ലേ, മറ്റുള്ള വേറെ നമ്മൾ ചേർക്കില്ല. അഡൾട്രേറ്റ് ചെയ്യുന്നത് സ്പ്യൂരിയസ്, നശിച്ചു പോയത്, മിസ് ബ്രാൻഡ്, ഒന്ന് ഇതാണെന്ന് പറഞ്ഞിട്ട് പകരം വേറാന്ന് പറഞ്ഞ് കാണിച്ചു കൊണ്ടുവരുന്നത് നമുക്ക് കൊണ്ടുവരാൻ പറ്റത്തില്ല. ആൻഡ് സ്പെഷ്യൽ കാറ്റഗറി ഉണ്ട്. നമുക്ക് എല്ലാ കാറ്റഗറിയും കൊണ്ടുവരാൻ പറ്റില്ല കേട്ടോ. നമുക്ക് ഞാൻ പറഞ്ഞതുപോലെ ചില കാറ്റഗറി മാത്രമേ കൊണ്ടുവരാൻ പറ്റുള്ളൂ. സ്പെസിഫിക് പ്രൊവിഷൻ എക്സിസ്റ്റ് ഫോർ ഇമ്പോർട്ട് ഡ്രഗ് ഫോർ പേഴ്സണൽ യൂസ്, ടെസ്റ്റ്, അനാലിസിസ് ഓർ ന്യൂ ഡ്രഗ്. അതായത് നമുക്ക് ഒരാൾക്ക് പേഴ്സണൽ യൂസിന് വേണ്ടി ഇമ്പോർട്ട് ചെയ്യുന്നതായിക്കോട്ടെ, ടെസ്റ്റിനോ അനാലിസിസിന് വേണ്ടി അല്ലെങ്കിൽ പുതിയ ഡ്രഗ് നമ്മൾ ഇമ്പോർട്ട് ചെയ്യുവാണെങ്കിലും അതിനും അതിൻ്റെതായ ഒരുപാട് നിയമങ്ങൾ ഉണ്ട് എന്നുള്ളതാണ്. ഇനി ഇമ്പോർട്ട് ഓഫ് കോസ്മെറ്റിക് നിങ്ങൾക്ക് ഇമ്പോർട്ട് ചെയ്യണം. സോ പ്രൊഹിബിറ്റ് ആയിട്ടുള്ളത് മിസ് ബ്രാൻഡ്, സ്പ്യൂരിയസ്, ഹാംഫുൾ ആയിട്ടുള്ള സാധനം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇമ്പോർട്ട് ചെയ്യാനായിട്ട് പറ്റില്ല. ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ് എല്ലാം മെയിൻറ്റെയിൻഡ് ആയിരിക്കണം. ഹെവി മെറ്റൽ ലിമിറ്റ്സ് ഉണ്ട്. ചില സമയങ്ങളിൽ ഈ കോസ്മെറ്റിക്സിൽ ആഴ്സനിക്, ലെഡിൻ്റെയൊക്കെ കോമ്പിനേഷൻസ് കാണും. അങ്ങനെയുള്ള കോമ്പിനേഷൻസ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് ഇമ്പോർട്ട് ചെയ്യാനായിട്ട് പറ്റില്ല എന്നുള്ളതും ഒരു പ്രശ്നമുള്ള കാര്യമാണ് കേട്ടോ. സോ നെക്സ്റ്റ് വൺ ഇസ് മാനുഫാക്ചർ ഓഫ് ഡ്രഗ് ആണ്. സോ നമ്മളൊരു ഡ്രഗ് മാനുഫാക്ചർ ചെയ്യണം, നമ്മൾ എന്ത് ചെയ്യണം, ഫസ്റ്റ് ലൈസൻസ് എടുക്കണം അല്ലേ. സോ നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളും ഡീറ്റെയിൽസും എല്ലാം കാണിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ലൈസൻസ് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ എടുക്കണം. അതിനുശേഷം പ്രൊഹിബിറ്റ് ഡ്രഗ്, നമുക്ക് മാനുഫാക്ചർ സെയിൽ ചെയ്യാൻ പറ്റുമോ, ഇല്ല അല്ലേ. സർട്ടൻ ഡ്രഗ്സ് പ്രൊഹിബിറ്റഡ് ആണ്. ഇനി സ്പെഷ്യൽ ലൈസൻസ്, ചില സമയങ്ങളിൽ ലോൺ ലൈസൻസ്, റീപാക്കിംഗ് ലൈസൻസ്, പുതിയ ഡ്രഗ് മാനുഫാക്ചർ ചെയ്യുന്ന ലൈസൻസ്, അതൊക്കെ എടുക്കേണ്ടി വരും. അപ്പോൾ ഏതൊക്കെയാണോ മാനുഫാക്ചർ ചെയ്യുമ്പോൾ നമുക്ക് വേണ്ട ലൈസൻസ് അതെല്ലാം നമ്മൾ എന്ത് ചെയ്യണം, ഒബ്റ്റെയിൻ ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമായ കാര്യമാണ്. ഇനി സെയിൽ ഓഫ് ഡ്രഗ്. സോ ബേസിക്കലി ഡ്രഗ് സെയിൽ ചെയ്യുന്നത് ഹോൾസെയിൽ, റീറ്റെയിൽ എന്നും പറഞ്ഞിട്ടാണ്. ഹോൾസെയിൽ ആണെങ്കിൽ എങ്ങനെയാണ്, അവർക്ക് ഹോൾസെയിലിന് വേണ്ടിയുള്ള ലൈസൻസ് ആവശ്യമാണ്. റെക്കോർഡ് നിർബന്ധമായും കീപ്പ് ചെയ്ത് വെക്കണം. റീറ്റെയിൽ ആണെങ്കിലോ നമുക്ക് ബേസിക്കലി ഓവർ ദ കൗണ്ടർ, പ്രിസ്ക്രിപ്ഷൻ മെഡിസിൻ എന്നൊക്കെ പറഞ്ഞ് വീണ്ടും നമ്മൾ കാറ്റഗറൈസ് ചെയ്യുന്നുണ്ട്. നമ്മൾ റീറ്റെയിൽ ആണെങ്കിൽ നമുക്കൊരു റെഗുലേറ്റിംഗ് ബോഡി ഉണ്ടായിരിക്കും. സോ അവരുടെ അണ്ടറിലാണ് വരിക. നമുക്ക് എല്ലാ ഡ്രഗും നമുക്ക് റീറ്റെയിൽ ചെയ്യാൻ പറ്റുമോ, ഇല്ല അല്ലേ. നമുക്ക് ലൈസൻസ് അപ്രൂവ്ഡ് ആയിട്ടുള്ളത് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. പ്രിസ്ക്രിപ്ഷൻ മെഡിസിൻസ് ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ഓവർ ദ കൗണ്ടർ, അതായത് പാരസ്റ്റമോളൊക്കെ ഇല്ലേ, നമുക്ക് പ്രിസ്ക്രിപ്ഷന് വേണ്ടത് ഡ്രഗാണ് ഓവർ ദ കൗണ്ടർ. ഇത് റെസ്ട്രിക്റ്റഡ് ലൈസൻസ് ഉണ്ട്. നമ്മൾ ഓൾറെഡി പറഞ്ഞു അല്ലേ, നമുക്ക് ആവശ്യമുള്ള കിട്ടുമെന്ന് പറഞ്ഞു. പക്ഷേ റെസ്ട്രിക്റ്റഡ് ഉണ്ട് ചില ഡ്രഗുകൾ. അത് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, മിസ് ബ്രാൻഡഡ്, സ്പ്യൂരിയസ് എന്ന് പറഞ്ഞില്ലേ, അതൊന്നും നമുക്ക് വിൽക്കാനായിട്ട് പറ്റില്ല കേട്ടോ. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക. എവിടെ വേണമെങ്കിലും ഈ മിസ് ബ്രാൻഡ്, സ്പ്യൂരിയസ്, അഡൾട്രേറ്റഡ് കണ്ട് നിങ്ങൾ മനസ്സിലാക്കുക, അത് വിൽക്കാൻ പറ്റാത്തതാണെന്നുള്ളത് മനസ്സിലാക്കുക. ഈ ഇമ്പോർട്ടൻറ്റ് ഷെഡ്യൂൾസ് ആണ്
കുറേ ഷെഡ്യൂൾസ് പറയുന്നുണ്ടാവും. ദ ഫസ്റ്റ് വൺ ഇസ് ഷെഡ്യൂൾ H ആണ്. സോ ഷെഡ്യൂൾ Hൽ പറയുന്നത് എന്താ വെച്ചാൽ പ്രിസ്ക്രിപ്ഷൻ, അതായത് പ്രിസ്ക്രിപ്ഷൻ ഡ്രഗ് ദാറ്റ് കനോട്ട് ബി സോൾഡ് വിത്തൗട്ട് വാൽ പ്രിസ്ക്രിപ്ഷൻ, അതായത് നമുക്ക് പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ ഒരു കാരണവശാലും മരുന്നുകൾ വിൽക്കാൻ പറ്റാത്തതിന് നമ്മൾ ഷെഡ്യൂൾ H പറയാം. ഷെഡ്യൂൾ X ഉണ്ട്, നാർക്കോട്ടിക് സൈക്കോട്രോപിക് സബ്സ്റ്റൻസിനെയാണ് നമ്മൾ എന്ത് പറയുക, ഷെഡ്യൂൾ X പറയുക. പിന്നെ ഷെഡ്യൂൾ M ഉണ്ട്, ഗുഡ് മാനുഫാക്ചറിങ് പ്രാക്ടീസ്. സോ ഷെഡ്യൂൾസ് വരുന്ന ഒരു സെപ്പറേറ്റ് നോട്ട് ഞാൻ ഇട്ടിട്ടുണ്ടായിരിക്കും, നിങ്ങൾ അതും കൂടെ ഒന്ന് പഠിക്കുക കേട്ടോ. സോ നെക്സ്റ്റ് വൺ ഈസ് അഡ്മിനിസ്ട്രേഷൻ ഓഫ് ആക്ട്. സോ ഈ ആക്ട് എങ്ങനെയാണ് അഡ്മിനിസ്റ്റർ ചെയ്യുന്നത്? ഫസ്റ്റ് വൺ ഈസ് ഡ്രഗ് ടെക്നിക്കൽ അഡ്വൈസറി ബോർഡ്. നമുക്കൊരു ഡ്രഗ് ടെക്നിക്കൽ അഡ്വൈസറി ബോർഡ് ഉണ്ട്, DTAB എന്ന് പറയും. സോ നമ്മളത് പഠിക്കാനുണ്ട് കേട്ടോ. സോ ഇവരാണ് നമുക്ക് ഡ്രഗും കോസ്മെറ്റിക്സുമായി ബന്ധപ്പെട്ട അഡ്വൈസുകളും ടെക്നിക്കൽ മാറ്റേഴ്സ് നോക്കുന്നത്. രണ്ട് സെൻട്രൽ ഡ്രഗ് ലബോറട്ടറി ആണ്, ഇവിടാണ് ഡ്രഗുകൾ ടെസ്റ്റ് ചെയ്യുന്നത്, അനാലിസിസ് ഒക്കെ ചെയ്യുന്നത്, ഡ്രഗും കോസ്മെറ്റിക്സും ഒക്കെ ടെസ്റ്റ് ചെയ്യുന്നതും അനാലിസ് ചെയ്യുന്നതും. അടുത്ത ഡ്രഗ് കൺസൾട്ടേറ്റീവ് കമ്മിറ്റിയാണ്. ഇത് പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, ഇവരാണ് ഇംപ്ലിമെന്റ് ചെയ്യാനാണ്, സ്റ്റേറ്റിലൊക്കെ ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നത് കേട്ടോ. സോ നെക്സ്റ്റ് വൺ ഈസ് ലൈസൻസിങ് അതോറിറ്റി ആണ്. ഇവരാണ് എന്ത് മാനുഫാക്ചർ ചെയ്യാനും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനും ഒക്കെയുള്ള ലൈസൻസ് ഒക്കെ കൊടുക്കുന്നവരാണ് മാനുഫാക്ചറിങ് അതോറിറ്റീസ് ആണ്. ഇതാണ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് കേട്ടോ. സോ ഡ്രഗ് ഇൻസ്പെക്ടർ ഓൾറെഡി എല്ലാവർക്കും അറിയാം. ഡ്രഗ് ഇൻസ്പെക്ടർ എന്താ ചെയ്യുക, നമ്മുടെ പ്രിമൈസസിൽ വരുന്നു, ഇൻസ്പെക്ട് ചെയ്യുന്നു, സാമ്പിൾ എടുക്കുന്നു, സീസ് ചെയ്യുന്നു. അവർ ഡ്യൂട്ടി എന്താണ്, നമ്മൾ ഈ റൂൾ ആൻഡ് ആക്ട് എല്ലാം ചെയ്യുന്നുണ്ടോ, നമ്മൾ പ്രോപ്പറായിട്ട് ചെയ്തിട്ടുണ്ടോ എന്നുള്ളതാണ്. സോ ക്വാളിഫിക്കേഷൻ പറയുന്നത് അവർക്ക് B.Pharm ആണ് ക്വാളിഫിക്കേഷൻ പറയുന്നത് കേട്ടോ. B.Pharm ആണ്, മറന്നു പോകരുത്, B.Pharm ആണ് മിനിമം ക്വാളിഫിക്കേഷൻ പറയുന്നത്. റിപ്പോർട്ട് ആർക്കാണ്, നമ്മൾ ഈ ഇൻസ്പെക്ടേഴ്സ് വന്നിട്ട് അവർക്കൊരു അതോറിറ്റി ഉണ്ട്, അതോറിറ്റിയിലേക്ക് അവരെന്ത് ചെയ്യുന്നു, ഇതെല്ലാം ഡീറ്റെയിൽസ് എല്ലാം എത്തിക്കുകയാണ് ചെയ്യുന്നത്. ഡ്രഗ് വേറെ എക്സ്ട്രാ ടോപ്പിക്ക് പറയാം. ഡ്രഗ് ഇൻസ്പെക്ടർ ഡ്യൂട്ടി എന്താണ്? ദ ഫസ്റ്റ് വൺ ഇസ് ഇൻസ്പെക്ട് ചെയ്യുക. അതായത് ഇപ്പോൾ എക്സാമ്പിൾ ഈ മാനുഫാക്ചറിങ്ങോ ഡ്രഗിലോ എന്തെങ്കിലുമൊക്കെ സംശയം തോന്നിക്കുക അവർക്ക് ഇൻസ്പെക്ട് ചെയ്യാൻ പറ്റും. സാമ്പിൾസ് കളക്ട് ചെയ്യുക എന്നുള്ളതാണ് കാര്യം. ഈ സാമ്പിൾസ് വിൽക്കുന്ന സമയത്തോ അല്ലെങ്കിൽ എക്സിബിറ്റ് ചെയ്യുന്ന സമയത്തോ സ്റ്റോക്ക് ചെയ്യുന്ന സമയത്ത് ഡൗട്ട് തോന്നിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ അയാൾക്ക് ഇൻസ്പെക്ട് ചെയ്യണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഇൻസ്പെക്ട് ചെയ്യാം. പിന്നെ അത് മാത്രമല്ല, ഏതെങ്കിലും ഒരു പോയിന്റിൽ വെച്ചിട്ട് ഒരു ഒഫൻസ് നടക്കുന്നു എന്ന് അയാൾക്ക് സംശയം തോന്നിക്കഴിഞ്ഞാൽ നിർബന്ധമായും ഇൻസ്പെക്ട് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ഇനി നമ്മൾ പറയാവുന്ന റീസെന്റ് അമെൻമെന്റ്സ് ആണ്. 2008 അമെൻമെന്റ് ഇറങ്ങിയിട്ടുണ്ട്, ഇൻട്രൊഡ്യൂസ്ഡ് പ്രൊവിഷൻ ഓഫ് അഡൾട്രേറ്റ് കോസ്മെറ്റിക് ആൻഡ് സ്പെഷ്യൽ കോർട്ട് ഓഫ് ട്രയൽ. സോ നമ്മൾ ഈ കോസ്മെറ്റിക്സിൽ അഡൾട്രേഷൻ ചെയ്യില്ലേ, അതാണ് 2008 അമെൻമെന്റ്. സോ ഇത് അത്ര വലിയ ഇമ്പോർട്ടൻ്റ് അല്ല, ജസ്റ്റ് മനസ്സിലാക്കി വെച്ചാൽ മതി. പിന്നെ തേർഡ് അമെൻമെന്റ് റൂൾ വന്നിരുന്നു, ഗുഡ് ലാബോറട്ടറി പ്രാക്ടീസ്. ഷെഡ്യൂൾ L അനുസരിച്ചിട്ടുള്ള ഗുഡ് ലാബോറട്ടറി പ്രാക്ടീസിന്റെ അമെൻമെന്റ് 2008 വന്നു. പിന്നെ ഒരുപാട് ഇപ്പോൾ അപ്ഡേറ്റ്സുകൾ വന്നുകൊണ്ട് ഇരിക്കുന്നുണ്ട്. അത് ഇമ്പോർട്ടൻ്റ് അല്ല കേട്ടോ. സോ നെക്സ്റ്റ് വൺ ഇസ് ഇമ്പോർട്ട് പ്രൊസീജിയറാണ്. നമുക്കൊരു സാധനം ഇമ്പോർട്ട് ചെയ്യണം, ഡ്രഗ്സുകളോ കോസ്മെറ്റിക്സോ ഇമ്പോർട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ നിർബന്ധമായും രജിസ്ട്രേഷൻ എടുത്തിട്ടുണ്ടായിരിക്കണം. രജിസ്ട്രേഷൻ ഫോം എന്ന് വെച്ചാൽ ഫോം നമ്പർ 41 ആണ് കേട്ടോ. നമ്മൾ സർട്ടിഫിക്കറ്റിലൊക്കെ ഫോം നമ്പർ 41 നമ്മൾ ലൈസൻസ് എടുത്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, രജിസ്ട്രേഷൻ ചെയ്താൽ മാത്രമേ നമുക്ക് ഇമ്പോർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. നെക്സ്റ്റ് വൺ ഈസ് ലൈസൻസിങ് ആണ്. ഇമ്പോർട്ട് ലൈസൻസ് 10 അല്ലെങ്കിൽ 10A നമ്മൾ ഏത് ഡ്രഗ് എടുക്കാൻ പോകുന്നത്, ഏത് ഡ്രഗ് ഇമ്പോർട്ട് ചെയ്യുന്നത്, അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം അടങ്ങുന്ന ഒരു ലൈസൻസിങ് നമ്മൾ എടുക്കേണ്ടത് ആവശ്യമാണ്. ഇന്നടുത്ത് ലേബലിംഗ് ആണ്. നമ്മൾ ഇമ്പോർട്ട് ചെയ്യാൻ പോകുന്ന കൺസൈൻമെന്റ് ലേബലിംഗ് പ്രോപ്പർട്ടി ലൈക്ക് ഡീറ്റെയിൽസ്, എക്സ്പയറി ഡേറ്റ്, ഇമ്പോർട്ടിംഗ് ഇൻഫോർമേഷൻസ് അല്ലെങ്കിൽ ഡ്രഗുമായി ബന്ധപ്പെട്ട എല്ലാ ഇൻഫോർമേഷൻസ് നമ്മൾ അറിഞ്ഞിരിക്കണം. ടെസ്റ്റിംഗ് ചെയ്യണം കേട്ടോ. അതായത് സെൻട്രൽ ഡ്രഗ് ടെസ്റ്റിംഗ് ലബോറട്ടറിയിൽ നമ്മൾ കൊണ്ട് ഈ സാമ്പിൾസ് കൊടുത്ത് വെരിഫൈ ചെയ്യണം കണ്ടോ. നമുക്ക് ഡ്രഗുകൾ ചുമ്മാ ഇമ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. ഫസ്റ്റ് വൺ ഈസ് നമ്മൾ രജിസ്ട്രേഷൻ ചെയ്യണം, ഫോം നമ്പർ 41, ലൈസൻസ് ഒപ്റ്റണം 10 10A ആയിരിക്കണം. ലേബലിംഗ് റിക്വയർമെന്റ് നമ്മൾ പ്രോപ്പർ അല്ലെങ്കിൽ നമുക്ക് ഇമ്പോർട്ട് ചെയ്യാൻ പറ്റില്ല, ടെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. സെൻട്രൽ ഡ്രഗ് ലബോറട്ടറിയിൽ നമ്മൾ എന്ത് ചെയ്യണം, ടെസ്റ്റ് ചെയ്യേണ്ടതും അത്യാവശ്യമാണ് എന്നുള്ളതാണ്. ഇനി അൺരജിസ്റ്റേർഡ് ഡ്രഗ് ആൻഡ് എക്സിപ്പിയൻ. എന്താ അൺരജിസ്റ്റേർഡ് ഡ്രഗ്? ജനറലി നമുക്ക് ഇമ്പോർട്ട് ചെയ്യുന്ന സമയത്ത് അൺരജിസ്റ്റേർഡ് ആയിട്ടുള്ളത്, അതായത് നോട്ട് അലൗഡ് ഫോർ ഇമ്പോർട്ട് ബട്ട് എക്സെപ്ഷൻ എക്സസ് ഫോർ സർട്ടൻ മാനുഫാക്ചർ അസോസിയേറ്റ് ആൻഡ് അണ്ടർ അഡ്വാൻസ് ഓത്തറൈസേഷൻ. അതായത് ചില സമയങ്ങളിൽ നമുക്ക് രജിസ്റ്റർ ചെയ്യാതെ, അൺരജിസ്റ്റർ ചെയ്യാതെ നമുക്ക് എന്ത് ചെയ്യേണ്ട ഡ്രഗുകൾ കൊണ്ടുവരേണ്ടി വരും. അത് നമ്മൾ സെപ്പറേറ്റ് ഓത്തറൈസേഷൻ നമ്മൾ എടുക്കേണ്ട ആവശ്യമാണ്, അപ്രൂവൽ എടുക്കേണ്ട ആവശ്യമാണ്. അത് ചിലപ്പോൾ നമുക്ക് അൺരജിസ്റ്റേർഡ് ആയിട്ട് കൊണ്ടുവരേണ്ട ഒരു ആവശ്യം വരേണ്ട കണ്ടീഷനിലാണ്, എപ്പോഴും വരില്ല. പക്ഷെ നമുക്ക് അങ്ങനെ അത് പോസിബിളും അല്ല എന്നുള്ളതാണ്. ചില സമയങ്ങളിൽ മാത്രമേ പോസിബിൾ ആവുകയുള്ളൂ. പിന്നെ എക്സിപ്പിയൻസ് ക്യാൻ ബി ഇമ്പോർട്ട് വിത്തൗട്ട് എ ഡ്രഗ് ലൈസൻസ്. നമുക്ക് എക്സിപ്പിയൻസിൽ ഇപ്പോൾ എക്സാമ്പിൾ ലാക്ടോസ്, സൂക്രോസ് ഒക്കെ നമ്മൾ മരുന്നുകളിൽ ആഡ് ചെയ്യാറില്ല. അതൊന്നും നമുക്ക് എന്ത് വേണ്ട, നമുക്ക് ലൈസൻസ് വേണ്ട. പക്ഷെ നോ ഒബ്ജക്റ്റ് സർട്ടിഫിക്കറ്റ് NOC നമുക്ക് ആവശ്യമാണ്. എവിടെ നിന്ന്? ഡ്രഗ് കൺട്രോൾ ഓഫീസർ നമ്മൾ എന്ത് ചെയ്യണം, നിർബന്ധമായിട്ടും NOC എടുത്തിരിക്കണം.
NOC ഡീറ്റെയിൽസ് എന്തൊക്കെ വേണം, അതിൽ നോട്ട് ഫോർ മെഡിസിൻ യൂസ് എന്ന് നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കണം. ദാറ്റ് മീൻസ് എത്ര ക്വാണ്ടിറ്റി കൊണ്ടുവരുന്നു, എന്താണ് കൊണ്ടുവരുന്നു എന്നുള്ള ഡീറ്റെയിൽസ് നമ്മളതിൽ നിർബന്ധമായും കൊടുത്തിട്ടും ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. ഞാൻ ഒന്നും കൂടെ പറയാം, അൺരജിസ്റ്റേർഡ് നമുക്ക് കൊണ്ടുവരാം. ബേസിക്കലി നമ്മൾ എന്താ ചെയ്യുന്നത്, അതായത് നമുക്ക് ചില സമയങ്ങളിൽ അൺരജിസ്റ്റേർഡ് കൊണ്ടുവരേണ്ടി വരുന്ന കണ്ടീഷനിലാണെങ്കിൽ കൊണ്ടുവരാനായിട്ട് നമുക്ക് പറ്റുമെന്നുള്ളതാണ്. മറന്നു പോകരുത്. എക്സിപ്പിയൻസ് കൊണ്ടുവരാൻ പറ്റും, ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി. എങ്ങനെയാണ് കൊണ്ടുവരുന്നത്, നമുക്ക് NOC വാങ്ങേണ്ട ആവശ്യം ഉണ്ട് എന്നുള്ളതാണ്. സിമ്പിൾ അല്ലേ? ഇനി റെഗുലേറ്ററി ബോഡീസ് ആണ്. ദ ഫസ്റ്റ് വൺ is CDSCO, സെൻട്രൽ ഡ്രഗ് സ്റ്റാൻഡേർഡ് കൺട്രോൾ ഓർഗനൈസേഷൻ ആണ്. ഇവിടെയാണ് നമ്മുടെ ഡ്രഗൊക്കെ ഇമ്പോർട്ട് ചെയ്യണോ വേണ്ടയോ തീരുമാനിക്കുന്ന ഇവരാണ്. പിന്നെ സ്റ്റേറ്റ് അതോറിറ്റീസ് ഉണ്ട്. നമ്മുടെ ഓരോരോ സ്റ്റേറ്റിൽ ഓരോ ഡ്രഗ് കൺട്രോൾ അതോറിറ്റികളുണ്ട്. അവരാണ് മാനുഫാക്ചറിങ്, സെയില്, ഡിസ്ട്രിബ്യൂഷനൊക്കെ തീരുമാനിക്കുന്നത്. പിന്നെ വരുന്നത് സെൻട്രൽ ഗവൺമെൻറ് ആണ്. സെൻട്രൽ ഗവൺമെൻറ് എന്താണ്, ഒഫീഷ്യൽ ആയിട്ടുള്ള എല്ലാ പവേഴ്സും ഉണ്ട്. ലൈക്ക് ഒഫീഷ്യൽ ഗസറ്റ് നോട്ടിഫിക്കേഷൻ ഒക്കെ ചെയ്യും കേട്ടോ. ആർക്കാണ് പവർ, ആർക്കാണ് ചെയ്യുന്നത്, ആരൊക്കെയാണ് ചെയ്യുന്നത് പവറിൻ്റെയൊക്കെ ഗസറ്റ് നോട്ടിഫിക്കേഷൻ കൊടുക്കുന്നത് സെൻട്രൽ ഗവൺമെൻറ് ആണ് എന്നുള്ളതാണ്. അപ്പം ഇതൊക്കെ സിമ്പിളാണ്, അധികം വലിയൊരു അത്ര ഒരു ടഫായ കാര്യം. പക്ഷേ CDS ഒക്കെ നമുക്ക് പഠിക്കാനുണ്ട് കേട്ടോ. സോ നെക്സ്റ്റ് വൺ ഇസ് ഇമ്പാക്ട് ഇൻ ഫ്യൂച്ചർ ഔട്ട്ലുക്ക് ആണ്. സോ ഇതൊക്കെ ജസ്റ്റ് എക്സ്ട്രാ ടോപ്പിക്കാണ്, നോക്കില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. സോ നമുക്ക് ഈ ഒരു ആക്ടിൻ്റെ ഉപയോഗം കൊണ്ട് നമുക്ക് അറിയാലോ, ബേസിക്കലി നമുക്ക് എല്ലാവർക്കും ഈക്വലി റാഷണലി മെഡിസിൻ കിട്ടുക, ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാവരുത് എന്നുള്ളൊരു കണ്ടീഷനിലാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു സിമ്പിൾ ടോപ്പിക്കാണ്, അത്ര വലിയൊരു ടഫസ്റ്റ് ആയിട്ടുള്ള ടോപ്പിക്കൊന്നുമില്ല. പക്ഷേ കുറച്ച് ലൈസൻസ് ഫോം നമ്പർ വരുമ്പോൾ കൺഫ്യൂഷൻ ആയി പോകും, അത്ര മാത്രമേ ഉള്ളൂ. സോ നന്നായിട്ട് വായിക്കുക, റെഫറൻസും കൊണ്ട് നോക്കുക. നെക്സ്റ്റ് താങ്ക് യു.